ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഓഫീസ് കൊളീഗ്സ് ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ് പോകുന്നത്. മോർണിംഗ് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങളൊരു ട്രാവലറിലാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പാലയിൽ അരിയാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അരിയാസ് അറിയാമല്ലോ, നല്ല ഫുഡാണ്. അങ്ങനെ ഞാനൊരു നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ട് 4 നെയ് റോസ്റ്റ് മടക്കി കുത്തി അങ്ങനെ പിന്നെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ കൂടെ ഒരു വടയുണ്ട്, നല്ല ചൂട് വടയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത് പാഞ്ചാലിമേടാണ്. ആക്ച്വലി ഞാനിവിടെ പാഞ്ചാലിമേടൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അങ്ങ് ഒരുപാട് നടന്നു പോകാറില്ല, കുറച്ച് സ്ഥലമൊക്കെ നടക്കും, ഇങ്ങനെ വരും. നമ്മൾ ഓഫീസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ചൈൽഡ് 15, അഡൽട്ട് 25, സീനിയർ സിറ്റിസൺ 15 അങ്ങനെയൊക്കെ കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പം കോളേജിൽ മരിയൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങും ദൂരെ പോയിട്ടില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. നല്ല പൊരി വെയിലുണ്ടായിരുന്നു. നല്ല നട്ടുച്ചയ്ക്കാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. നല്ല കണ്ണിലേക്ക് വെട്ടടിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷെ അത് തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, ചൂടുണ്ടെങ്കിലും നമുക്ക് നല്ല കാറ്റൊക്കെ അടിക്കും. അപ്പോൾ ചിലരൊന്നും ക്യാപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പേര് പോയി ക്യാപ്പും സൺഗ്ലാസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെയൊന്നും ഞാൻ സത്യമായിട്ടും പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഇങ്ങോട്ട് കേറില്ലല്ലോ. അവിടെ താഴെ കുറച്ച് നടന്നിട്ട് പോവല്ലാതെ ഈ ഒരു മലയൊന്നും കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു മലയിൽ അവിടെ ഇപ്പോൾ കണ്ടേ ആ ഒരു മലയിലാണ് കയറാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കയറണമല്ലോ കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യായിരുന്നു, മടിയായിരുന്നു. എന്നാലും പിന്നെ കയറാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് അങ്ങനെ പതിയെ നടന്ന് നടന്ന് നടന്നു അവിടെ വരെ കയറിയിട്ടുണ്ടായിരുന്നു. വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയതായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആരും ബോട്ടിലും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കയറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ്. അതുപോലെ കൊളീഗ്സൊക്കെ ആയിട്ട് പോയതുകൊണ്ട് നല്ല വർത്താനമൊക്കെ പോയി പറഞ്ഞു പോകുന്നത് കൊണ്ട് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് ഞാൻ അങ്ങനെ ഏറ്റവും മുകളിൽ അവിടെ എത്തി. പിന്നെ തിരിച്ച് വരാൻ നേരം താഴെ കൂടെ ആട്ടോ ഇറങ്ങിയത്. വന്ന സൈഡിൽ കൂടെ അല്ല ഇറങ്ങിയത്, ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് താഴെ വന്നിട്ട് നമ്മൾ ഒരു സോഡാ സർബത്ത്, ഉപ്പിട്ട സോഡാ സർബത്ത് കുടിച്ചിട്ടോ. അത് കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസമാണെന്നോ, നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. ടയർഡ്നെസ് ഒക്കെ നല്ലതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് ഇവിടെ നിന്നൊരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോയത് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ നമ്മൾ മിസ്റ്റി മൗണ്ടൻസ് പറഞ്ഞിട്ട് കുട്ടിക്കാനം കയറുന്നതിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. മോസ്റ്റ് റെക്കമെൻഡഡ് റിസോർട്ടാണ്, സോറി ഹോട്ടലാണ്. നല്ല അടിപൊളി ആംബിയൻസും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇവിടെ അകത്ത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് പുറത്തും ഇവിടെയും കുറച്ച് ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉച്ച ടൈമിൽ പോയത് കൊണ്ട് ഇവിടെ നമ്മൾ ഇരുന്നില്ല, കാരണം അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. അവിടെ കണ്ടോ ചെറിയൊരു ഫാനൊക്കെ ഉള്ളിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്നാൽ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്നില്ല, നമ്മൾ അകത്താണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് സ്റ്റേക്കാണ് കേട്ടോ. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് അമ്മച്ചി കൊട്ടാരം കേട്ടോ. അമ്മച്ചി കൊട്ടാരം ഞാൻ കുട്ടിക്കാനം മരിയൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അന്നും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം ഈവനിങ് വാക്കിനൊക്കെ പോകുന്ന ടൈമിൽ നമ്മളിവിടെ എല്ലാവരും വന്നിട്ട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് കയറ്റമൊക്കെ കയറി സ്റ്റെപ്പൊക്കെ കയറി പോകാനുണ്ട് കേട്ടോ ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാനില്ല, പക്ഷെ ഒരു കൊട്ടാരം അവിടെ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്മച്ചി കൊട്ടാരം വന്നിട്ട്.
ഇവിടെ നേരത്തെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഈ ഒരു കുളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ട്ടോ. അപ്പൊ ഇവനുണ്ടല്ലോ ഈ ഫ്രണ്ടിൽ പോകുന്നവൻ, അവനും മരിയൻ കോളേജിലാ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സീനിയറിൻ്റെ സീനിയറായിരുന്നു ഇവൻ. പക്ഷെ നമ്മള് പരിചയമില്ലായിരുന്നു. ഇവിടെ നമ്മള് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ ഇവിടെ ഈ കുളത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കുളത്തിൽ പോയിട്ടില്ല. ഞാനിവിടെ ഒരു കുളം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളേതായാലും അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പിന്നെ കുളം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴെ ഇറങ്ങിയപ്പോഴാണ് വിചാരിച്ചത് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വരണം. പിന്നെ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. പക്ഷെ അതാണെങ്കിൽ ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് അത് കയറാൻ പറ്റില്ല. നമ്മൾ ഓടിച്ചാടി വേണം കയറാൻ വേണ്ടിയിട്ട്. പടച്ചോനേ എന്ന് വിചാരിച്ചിട്ട് പുറകോട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഫ്രണ്ട് ഗിയർ അങ്ങോട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഒറ്റയടിക്ക് കയറിപ്പോയി. അങ്ങനെ എല്ലാവരും ഓടിയും ചാടിയൊക്കെ കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയും കാലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി അവിടെ കാണാനുള്ള സാധനം എന്ന് പറയുന്നത്. ഇതാണ് ചെറിയ കുളം. നേരത്തെ ഇവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ആ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ബ്രിഡ്ജില്ലേ, അത് നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഒന്നും കാണാനില്ലെങ്കിലും നമ്മൾ ചുമ്മാ നടന്നു വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു രസമാണല്ലോ. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ അടുത്ത വ്ളോഗിൽ ഇടാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.